പീഡിയാട്രിക് സെന്ററിലേക്ക് മാറ്റാൻ പോവാ. ഏയ് ഒന്നുമല്ല, അവിടെ ഡാഡിയും വേണിച്ചേട്ടന്റെ ഫാദറും കൂടെ പറയുന്നു. ഒന്നുമില്ലടാ, അമ്മ നമ്മള് കൊണ്ടുപോവാ. മതി കണ്ടത്, പോയി കിടന്നുറങ്ങ. മമ്മി ഒരു സ്വല്പം കൂടി വിളിച്ചു, ഓൾമോസ്റ്റ് ഓവർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മെറ്റീരിയലായിട്ട് ചിന്തിക്കുമ്പോൾ ഗോവന്റെ ആംഗിളിൽ നിന്ന് ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റാ. ആ പണം കുറെ കൂടെ ബെനിഫിഷ്യലായ രീതി. ബെനിഫിഷ്യൽ എന്ന് ഞാൻ പറയുമ്പോൾ കുറെയൊക്കെ പ്രാക്ടിക്കൽ എന്നുകൂടി അർത്ഥമെടുത്തോണം. ഇപ്പോ 3-4 ലക്ഷം രൂപ ഈ നാട്ടിൽ കിടക്കുന്നതും ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ കിടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെല്ലാം നമുക്ക് പറയാനൊക്കെയല്ല. അളിയൻ ഈ മെറ്റീരിയലും ഇമ്മെറ്റീരിയലും ഒക്കെ മനസ്സിലാവും. ഈ വീടും അമ്മയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞൂടാ. അളിയൻ പോയി കിടന്നുറങ്ങ്. ഞാൻ വെളുപ്പാങ്കാലത്തങ്ങ് പോവും. രാവിലെ ചെറൽക്കുന്നിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. കാലത്തെ കണ്ട് യാത്ര പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഈ മുറി കിടന്ന് ചാകണം. ചത്തു കഴിഞ്ഞിട്ടും ഈ കട്ടിലെ കുറച്ചു നേരം ഒന്ന് കിടക്കണം. ഈ പറമ്പിൽ തന്നെ ദഹിപ്പിക്കണം. ഇങ്ങനെ 3 ആശയുണ്ട് എനിക്ക്. അമ്മയുടെ ആശ പോലെ എല്ലാം നടക്കും. ലൈറ്റ് അണച്ചേക്കട്ടെ അമ്മേ. ആ, അവൻ ഇത് മനസ്സിനെന്തോ ചാഞ്ചല്യം കേറിയതാ. പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നത് പോലല്ല. അവൻ ഇവിടം അങ്ങനെ അങ്ങ് വിൽക്കാനൊന്നും ഒക്കത്തില്ല. അവനെക്കാട്ടി കേമന്മാരായിട്ടുള്ള പലരും ഇരിക്കുന്ന മണ്ണാ ഇത്. അവര് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വിട്ടുകൊടുത്താലും. കുട്ടികളുടെ പഠിത്തം എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റ് എനിക്കിതിൽ മനസ്സിലാവുന്നതായിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഒരു ആവശ്യം തന്നെ, സമ്മതിച്ചു. മറ്റേ പറയുന്നൊക്കെ വെറും ബുൾഷിറ്റാ. ചേച്ചിക്ക് എങ്ങനെ തോന്നും? ഇവിടെ ഇരുന്ന് നോക്കുമ്പോ എന്താ കുഴപ്പം? 2 പേരും ഗൾഫിൽ കാശുമായിരുന്നു. ഞങ്ങൾക്കറിയാം അവിടെ ഞങ്ങളുടെ ടെൻഷനും പേടി. എപ്പോഴാ അവിടുന്ന് പൊയ്ക്കോളാൻ പറയുന്നതെന്ന് അറിയാതെയാ ഓരോ ദിവസവും എണ്ണി വിടുന്നത്. ഇപ്പോഴെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാ വരുമ്പോ അതെങ്കിലും കാണും. അയ്യോ, അതിലെന്തെങ്കിലും ജലസ്യോ പ്രശ്നമോ എന്നുള്ളതുകൊണ്ട് പറയുന്നതല്ല. അങ്ങനൊന്നും പറഞ്ഞാളല്ലേ. ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ആരും ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്യാനൊന്നും പോകുന്നില്ല. എത്ര ആലോചിച്ചാലും എന്നായാലും ഒരു ദിവസം നമുക്കിത് വിൽക്കേണ്ടി വരും. തെളിച്ചു പറഞ്ഞാൽ അമ്മയുടെ കാലം വരെ. അങ്ങനെയെന്ന് തന്നെ വെച്ചോ. അത് കഴിയുമ്പോ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാൻ പറ്റാതാവുമല്ലോ. ആവും, പക്ഷെ അതുവരെ ഒന്ന് ക്ഷമിക്കായിരുന്നു. അപ്പോൾ അളിയോ, ഞാൻ ഇറങ്ങായി. പോയില്ലായിരുന്നോ? രാത്രി യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങിപ്പോയി. സാധാരണ ആരും വിളിക്കാതെ വെളുപ്പിന് എഴുതിക്കാറുള്ളതാ. ഇന്നലെ നടന്നില്ല. വേണു വേണു അപ്പോ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് അതാണ്. അതിനിപ്പോ എന്തോ ചെയ്യുമെന്ന്. അങ്ങ് എന്നിട്ട് നോക്കാം. നീ വരുന്നില്ലല്ലോ? ഇല്ല, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നോളാം. അമ്മയെ വിളിക്കേ, ഞാൻ ഇറങ്ങാന്ന് പറയും. പിന്നെ മുറിയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതെടുത്ത് ആ കാറിൽ കൊണ്ട് വെക്കേ. അമ്മൂമ്മേ, അമ്മൂമ്മയുടെ ഞാൻ കണ്ടില്ല. അപ്പുറത്തൊന്നും ഇല്ലേ? ഇല്ല. അമ്മേ, അമ്മയെ കണ്ടോ ചേച്ചി? ഇല്ല. അപ്പുറത്തൊന്നും കാണുന്നില്ല. നീ ഓടിച്ചെന്ന് കുറച്ച് പച്ചവെള്ളം എടുത്തോണ്ട് വാ. അമ്മ ഇവിടെ ഉണ്ടെന്ന് അവരോട് പറ.
ഒരു ഏസി ചേരും കൂടെ കൊണ്ടുവരാൻ പറ. അമ്മേ, ഇത് ഞാൻ അംബിക. അമ്മേ, അമ്മേ. എണീക്കണ്ട, അമ്മ ഇരുന്നോ? ഇല്ല, സാരമില്ല. എനിക്കിവിടെ വന്നപ്പോ ഒരു തലചുറ്റൽ പോലെ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പോലെ ചുമ്മാ വന്നതാ. എന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നാരായണൻകുട്ടിയുടെ അച്ഛന്റെ ശബ്ദം ഞാൻ കേട്ടു. ആളും നേരെ മുമ്പിൽ വന്നു നിന്ന പോലെ എനിക്ക് തോന്നി. പിന്നൊന്നും ഓർമ്മയില്ല. ചുമ്മാ മനസ്സിന്റെ ഓരോ തോന്നലുകളെ അമ്മ അതൊക്കെ. അങ്ങനെയൊന്നും ആരും വരികയൊന്നുമില്ല. ഇല്ല, ഇല്ലാന്നൊക്കെയുള്ള കാര്യം എനിക്കും അറിയാം. വേണ്ട, നടക്കണ്ട നടക്കണ്ട, ഇതേലോട്ട് കിടന്നാട്ടെ. ഓ, എനിക്കൊന്നുമില്ല. ഒന്നുമില്ലാതെ എങ്ങനെയാ തലച്ചുറ്റലുണ്ടാവുന്നത്? ഇത് പ്രഷറിന്റെയാ, ഉറപ്പാ. എന്തു പറ്റിയമ്മേ? എനിക്കൊന്നുമില്ലടാ. പതുക്കെ പതുക്കെ. ഏതായാലും അമ്മ ഇപ്പൊ നടക്കണ്ട, ഇങ്ങോട്ട് ഇരിക്കെ. ആ, ഇരുന്നാട്ടെ. എന്നെ ഇപ്പൊ ആരും തോളയിൽ എടുക്കണ്ട. അതിനുള്ള സമയമാകുമ്പോ എടുത്താ മതി. അമ്മ ആരും എടുക്കുന്നില്ല, നടന്നു തന്നെ പോവാം. പക്ഷെ ഇപ്പൊ ഒന്ന് ഇരുന്നിട്ട് പോയാ മതി, ഉടനെ നടക്കണ്ട. വേണ്ട, ഇരുന്നാട്ടെ. അമ്മയോട് കിടന്നേ. ഒന്ന് ഇരിക്കുന്നത് നല്ലതാ. സ്വല്പം നേരം ചാരി ഒന്ന് കിടക്കുമ്പോ തന്നെ ആ ക്ഷീണം അങ്ങ് മാറും. ശരാ. ആ, കുട്ടിയുടെ എല്ലാം പൊയ്ക്കോളാം. ആരും ഇവിടെ നിക്കണ്ട. അമ്മൂമ്മ അങ്ങ് വരും. അവിടെ പോയി നിന്നേ, ചെല്ലേ. ഞാൻ പറയുമ്പോ ആർക്കും അതൊരു വിലയില്ല. അമ്മയ്ക്കൊരു കംപ്ലീറ്റ് ചെക്കപ്പ് ആവശ്യമാണ്. BP, ഷുഗറും ഹാർട്ടും എല്ലാം ഒന്ന് നോക്കിക്കണം. ഇപ്പൊ തന്നെ ഡോക്ടർക്ക് ഒന്ന് ഫോൺ ചെയ്യേ. ഒന്നും വേണ്ട, എല്ലാരും കൂടെ പറഞ്ഞെന്നെ കിടപ്പിലാക്കാതിരുന്നാ മതി. മതി ഇരുന്നത്. ഉറങ്ങാണേലും ഉറങ്ങിക്കോട്ടെ, പറഞ്ഞാ മതി. കിടന്നോണ്ടാട്ടെ. എത്ര നേരമാണെന്ന് വെച്ചാ ചുമ്മാ കണ്ണു അടച്ചോണ്ട് കിടക്കുന്നേ? എന്താ, പണിക്കരങ്ങുവാന്നോ? അതെ, ഞാനെന്നാൽ അങ്ങോട്ട് പോയേച്ച് വന്നാട്ടെ. ഓ. എനിക്കൊന്നും പറ്റിയില്ലടി. പിള്ളേര് വെറുതെ വെപ്രാളം കാണിച്ചതാ. എന്നെ കൊണ്ട് സാധ്യമല്ല ഇനി അമ്മയോട് കാര്യം പറയാൻ. അമ്മ ഇങ്ങോട്ട് എന്തെങ്കിലും തീരുമാനം പറയുന്നത് വരെ ഇനി ഈ ടോപ്പിക് എടുത്തിരുന്നത് ചീപ്പാ. ദിവസങ്ങൾ പോകുന്നു. ലീവ് തീരാറായിട്ട് പിന്നെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുമ്പം എല്ലാരും അത് വേറൊരു സെൻസിലെടുക്കും. നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നില്ല, പക്ഷെ ആരെങ്കിലും ചോദിക്കാതെ എങ്ങനെയാ അമ്മയുടെ തീരുമാനം എന്താണെന്നറിയുന്നേ? അങ്ങനെ ഇപ്പൊ അറിയണ്ടെന്നാ പറഞ്ഞത്. അവിടെ ഇരുന്ന് ഒന്ന് പറയും, ഇവിടെ വരുമ്പോ വേറൊന്ന് പറയും. ഇതാ എനിക്ക് പിടിക്കാത്തത്. എന്താ എന്താ എന്താ? ഒന്നുമില്ല, പറഞ്ഞതിങ്ങി തിരിച്ചെടുത്തു. അല്ലെങ്കിൽ എനിക്കറിയാം ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വളരുന്ന പെമ്പിള്ളേര് ഇവിടെ ഉള്ളവരെ എങ്ങനെയാ കാണുന്നതെന്ന്. എങ്ങനാ? നിങ്ങളുടെ വിചാരം ഞങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്ന്. എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും, എന്ത് കാണിച്ചാലും അന്തം വിട്ടെന്ന് കണ്ടോളും, എന്ത് പ്രോമിസ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ആർക്കെങ്കിലും പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ എന്നോട് പറഞ്ഞത് എന്ത് പറഞ്ഞു? എനിക്ക് എന്തോന്നും തരാന്ന് പറഞ്ഞത്. തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും. പോവാൻ റെഡിയായിട്ട് ലഗേജ് എല്ലാം എടുത്ത് കാറിൽ കയറ്റിയതിന് ശേഷമായിരിക്കും എല്ലാവരുടെയും മുൻപിൽ വെച്ച്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. വേണിച്ചേട്ടന് നാളെ ഇവിടെ ജീവിക്കേണ്ടതല്ലേ? ദേ, ഈ എന്ത് പറഞ്ഞാലും തമാശയാക്കി മാറ്റി ആളെ ഫോളോ ആക്കുന്ന ഇടപാടുണ്ടല്ലോ, അതിന് എന്നോട് വേണ്ട. തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തോളാം. അയ്യോ,
ഇപ്പൊ ചത്തുപോയനല്ലോ. മിണ്ടണ്ട മിണ്ടണ്ട എന്നോട്. ഷീനു, നീ നമ്മളൊന്ന് സംസാരിക്കണ്ട. ഷീനു, എന്നോട് മിണ്ടാൻ വരെന്ന് പറഞ്ഞില്ലേ? ഐ ഹേറ്റ് യു. യു ആർ എ ബീസ്റ്റ്. എന്താ ഷീനു ഇത്? ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു. ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ പറച്ചിലെ കാര്യമൊന്നുമില്ല. ഓ കാര്യം. എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കണ്ടേ? എനിക്കിനിയിപ്പോ എന്തോന്ന് സൂക്ഷിക്കാനാ? ആരെ അധികം ബുദ്ധിമുട്ടിക്കാതെ കണ്ണടയ്ക്കാൻ കഴിയണേന്നേ പ്രാർത്ഥനയുള്ളൂ. അയ്യോ, അത്രയ്ക്കൊക്കെ അങ്ങ് ആലോചിക്കാനുള്ള കാലമൊന്നും ആയിട്ടില്ലല്ലോ. കാലത്തിന്റെ അല്ലടോ, ഇപ്പോ ഇവർക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല. എല്ലാരും സുഖമായിട്ട് കഴിയുന്നു. നാളെ ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായാല് അതും കൂടെ കാണാൻ കിടക്കേണ്ടി വന്നാലത്തെ സ്ഥിതി. ഓ, എന്തോന്ന് കുഴപ്പം വരാനാ? അതൊന്നും പറയാനൊക്കത്തില്ലല്ലോ. അങ്ങനൊരവസ്ഥയിൽ പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാരും സന്തോഷമായിട്ട് കണ്ടങ്ങ് പോവുക. ദോ, യോ. ആ, വരുന്നേ. ഇന്നലത്തെ പോലെ ഓർമ്മ. എനിക്കന്ന് 2 or 3 വയസ്സേ ഉള്ളൂ. ഇവൻ ഇവിടെ വരും കഞ്ഞി കുടിക്കാൻ. കണ്ടത്തിന്ന് ചേറുവായിട്ട് ഇവന്റെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അവൻ കൊച്ചിലേ ചത്തുപോയി. 2 പേര് കോണോ കൊടുക്കുന്നേ, അതും 10-17 വയസ്സായിട്ടും. ആ, അപ്പൊ പറഞ്ഞ പോലെ. ആ, ഇങ്ങനാണോ? ഈയുടെ വരവ് കുറെ ഫ്രീക്വന്റ് ആണെന്ന് കണ്ടപ്പോ ചോദിച്ചതാ. ഇയാളുമായിട്ട് ഡീല് വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ പുള്ളി ഒരു വില പറഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രയാ? കഴിഞ്ഞ വെക്കേഷൻ വന്നപ്പോ അയാളൊരു വില പറഞ്ഞതാ. ഞാൻ 4.25 ചോദിച്ചു. അയാൾ 3.5 സമ്മതിച്ചു. 3.5 ലക്ഷം രൂപയൊക്കെ ഈ കുഞ്ഞിൻ്റെ ഇരിക്കുന്ന അന്നില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളി 1 വർഷം അവധി ചോദിച്ചു. മക്കള് 3 ഗൾഫിൽ പോയി കിടക്കല്ലേ. ഇപ്പൊ കാശ് റെഡിയാ. എനിക്കിപ്പോ 3 കിട്ടിയാൽ എന്റെ കാര്യം നടക്കും. ബാക്കി 50,000 രൂപ പിന്നെ കുറച്ച് കൊല്ലം കൂടെ ഇട്ട് അമ്മയുടെ പേർക്ക് തന്നെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാന്നാ ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇനി എഴുതിയാൽ മാത്രം മതി എന്ന് വെച്ചാ അയാളുടെ പൈസ റെഡിയാ? ആ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഈ മനുഷ്യൻ ഈ മുറ്റം കടന്ന് ഈ വീട്ടിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താ. അതുവരെ ദാ അവിടെ നിൽക്കേയുള്ളൂ. കഞ്ഞി കൊടുത്തിരുന്നത് പോലും തിണ്ണക്കിരുത്തിയിട്ടല്ലായിരുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇന്നിപ്പോ ഈ നാട്ടിൽ 4-5 ലക്ഷത്തിന്റെ ഒരു ഇടപാട് നടത്താൻ അയാളെ ഉള്ളൂ. നമ്മുടെ കുറെ ബന്ധുക്കളുണ്ടല്ലോ ഇതുപോലെയുള്ളവരെ തെറിയും പറഞ്ഞ് പഴയ വർത്തമാനവും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒറ്റ ഒരുത്തനുണ്ടോ കൈ 10 രൂപ തയ്ച്ചെടുക്കാൻ? ഉണ്ടായിരുന്ന പൈസ കുറച്ച് കുറഞ്ഞാലും തിരക്കേടില്ല. ഞാൻ അവർക്ക് ആർക്കെങ്കിലും കൊടുത്തേക്കായിരുന്നു. അവർക്കാർക്കും വീടിന്റെ ആവശ്യവുമില്ല. അവർക്കൊക്കെ കാശേ ഉള്ളൂ ഇല്ലാത്തത്. പക്ഷെ കേറി കിടക്കാൻ വീടുണ്ട്, കാശില്ല. അത് നീ പറഞ്ഞത് നേരാ. ഈ കുഞ്ഞനാണോടാ വീട് മേടിക്കാൻ പോണത്? എന്നല്ല, ആണെങ്കിൽ ആണെന്നുള്ള വിവരം അങ്ങോട്ട് തുറന്നു പറയാൻ പാടില്ലേ? പെട്ടെന്ന് ഒരു ദിവസം ഇവനൊക്കെ വീട്ടിൽ കയറി വന്ന ആളാകുന്നത് കാണുന്നതിനേക്കാൾ ഭേദം വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ അറിഞ്ഞിരിക്കുന്നതാ. നേരത്തെ അറിയിക്കാതെയും പറയാതെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല, ചെയ്തിട്ടുമില്ല. വഴക്കിടുകയാണോ 2 പേരും കൂടെ? ഞാനുള്ളപ്പോ എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്കിടരുത്. ഞാനില്ലാത്തപ്പോ അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് കാണണ്ടല്ലോ. എന്തോന്നാ മോളേത്? എന്താ അവിടുത്തെ പേര്? ശരണാലയം. ഞാൻ അങ്ങോട്ട് മാറുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. വീട് കൊടുക്കേണ്ടവർ കൊടുത്തോട്ടെ. അമ്മയെ ഞങ്ങൾ കൂടെ കൊണ്ടുപോവാ. അത് ഞാൻ പറഞ്ഞല്ലോ. വേണ്ട, ഇനി ഇതും പറഞ്ഞ് ഇവിടെ ഒരൊച്ചം ബഹളം ഉണ്ടാകണ്ട. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഈ വീട്ടിനകത്ത് നിങ്ങൾ എല്ലാവരും ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുറുമുറുത്തോണ്ട് നിൽക്കുക. എനിക്കെല്ലാം അറിയാം. ഇതിന് ഞാൻ എന്താ മറുപടി പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ നിങ്ങളെല്ലാവരും സത്യത്തെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിറന്നാളിന്റെ പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടേനെ. അതും എനിക്കറിയാം. ഇനി നിങ്ങളെ അങ്ങനെ നിർത്തുന്നത് ശരിയല്ല. നിങ്ങൾക്കെല്ലാം ജോലിയും തിരക്കുള്ളവരല്ലേ. അങ്ങനെയൊന്നുമില്ല. അമ്മക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ പറയട്ടെ, ഞാൻ നിന്റെ കൂടെയും വരുന്നില്ല, ഇവന്റെ കൂടെയും പോകുന്നില്ല.
എനിക്കിവിടം വിട്ട എല്ലായിടും ഒരുപോലെയാ. എന്നെ കൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ട്, നിങ്ങളുടെ അവിടുത്തെ സൗകര്യങ്ങൾ എനിക്കും ബന്ധപ്പാട്. ഞാൻ അങ്ങോട്ട് തന്നെ പോവാ. എനിക്കൊരു 2-3 ദിവസത്തെ സമയം തരണം ഇതെല്ലാം ഒന്ന് കൈയൊഴിക്കാൻ. അത് കഴിഞ്ഞ നിനക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാ എന്നെ അങ്ങോട്ടാക്കിയത്. അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കണം. നാരായണൻകുട്ടി, ഞാൻ എല്ലാം ആലോചിച്ചാ ഇത് പറയുന്നത്. ഇതിനി ഇളക്കമില്ല. കൊച്ചുങ്ങളുടെ പഠിത്തവാ എല്ലാറ്റിലും വലുത്. നിങ്ങളും നിങ്ങളുടെ കൊച്ചുങ്ങളും നന്നായിരുന്ന ഈ വീട് നന്നായി. കുടുംബത്തിന്റെ പേര് കിടക്കും. ഇല്ലല്ലോ, വീടുമില്ല, പേരുമില്ല. ഇതൊരു പഴയ കെട്ടിടം. പിന്നെ എന്റെ സൗകര്യം ആർക്കറിയാം? ചിലപ്പോ അവിടെ ആയിരിക്കും കുറെ കൂടെ സുഖം. ചെന്ന് നിന്നാലല്ലേ അറിയാൻ പറ്റൂ. ഓ, നിന്നാലും ഇനി എത്ര കാലം നിൽക്കാനാ? പക്ഷെ ഒരു കാര്യം, മേലാൽ ഈ വീട്ടിൽ ഇതിനെപ്പറ്റി ഒരു സംസാരം കേട്ടു പോകരുത്. ഞാൻ പോകുന്നത് വരെ.